പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായി ആരും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പങ്കുവെക്കുക. അതുപോലെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. അവസാനം ഇതിൽ കലവറയിൽ പ്രവർത്തിച്ച എല്ലാ ഭാഗങ്ങളും അവസാന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക. കുടിച്ചന്തയ്ക്ക് പോകുമ്പോൾ നീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഞങ്ങളങ്ങനെ അടിവാരം ഭാഗത്തുള്ള നോളജ് സിറ്റിയിലെത്തിട്ടോ. നമ്മൾ ഓരോരുത്തരായിട്ട് അവിടെ ഇറങ്ങുകയാണ്. കാരണം അവിടെ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കാണാനും ഉണ്ട്, ആസ്വദിക്കാനുണ്ട്. ഇതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു ഇരുന്ന് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു ഷെഡ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് സുബൈക്ക് അവിടെ എത്തി അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും ഈ 28-ാം തീയതി എന്നുള്ള ഡേറ്റ് വലിയൊരു പ്രയാസം സൃഷ്ടിച്ചു. ആദ്യം വണ്ടി ബുക്ക് ചെയ്തെങ്കിലും ആ വണ്ടി ഡേറ്റ് ഫിക്സഡ് ആകത്തോണ്ട് ആ വണ്ടി വേറെ ആൾ ട്രിപ്പ് ഏൽപ്പിച്ചു. അതുപോലെ 2-3 തവണ ആയിട്ട് വണ്ടിക്കാരൊക്കെ മിസ്സായി. പിന്നെ നമ്മൾ പല ആളുകൾ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല പല വണ്ടിക്കാർക്കും വിളിച്ചിട്ടാണ് ലാസ്റ്റ് നമുക്ക് ഐക്കരപ്പടി ഭാഗത്തുനിന്ന് ഈ വണ്ടി കിട്ടിയത് കേട്ടോ. ഏതായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അന്ന് തന്നെ ട്രിപ്പ് നമ്മൾ പോയി. പക്ഷെ കുറച്ച് നേരം വൈകിയത് കൊണ്ട് അവിടെ സുബൈക്ക് എത്തിയില്ല. സുബൈ അതിന് മുമ്പ് തന്നെ നമ്മൾ താമരശ്ശേരി എത്തി ആ ഭാഗത്തുനിന്ന് തന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞു. പിന്നീടാണ് ഇവിടെ നോളജ് സിറ്റിയിലെത്തി അവിടെ ഭാഗങ്ങളൊക്കെ എല്ലാവരും പോയി ഈ കാഴ്ചകൾ കണ്ടതും ഫോട്ടോസ് എടുത്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ആയിരുന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ശേഷമായിട്ട് അവിടുത്തെ പോയത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയി എല്ലാവരും ഫോട്ടോ എടുക്കലും അതിലൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഒരു ചെറിയ വണ്ടിക്കുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പേര് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഇതിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിലിങ്ങനെ ആളുകൾ ചെറിയ വാഹനത്തിലൊന്നും കൊള്ളാതായി. പിന്നീടാണ് വലിയൊരു ബസ് തന്നെ വേണമെന്നുള്ളത്. അതായത് നമ്മൾ 49 സീറ്റുള്ള ബസ് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് ഒരു ഏകദേശം 42ഓളം വലിയ ആളുകൾ അതിനുണ്ടായി. ബാക്കി മക്കൾക്കൊക്കെ ഇരിക്കാൻ പറ്റി. എല്ലാവരും ഇരുന്നിട്ട് തന്നെ യാത്ര ചെയ്യാനുള്ള സീറ്റ് അതിലുണ്ടായിരുന്നു കേട്ടോ, നല്ല സൗകര്യത്തോടെ. ഇതിലിപ്പോൾ ഈ ഡോറിൻ്റെ ഭാഗത്ത് കാണുന്നത് എൻ്റെ അനിയനാട്ടോ. അനിയൻ ഇതിൽ നിന്ന് ആളുകൾ എണ്ണെടുക്കുകയാണ്. ടോട്ടൽ ആളുകൾ എത്ര ഉണ്ട്, വലിയ ആളുകൾ എത്ര ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു എണ്ണം എടുക്കുകയാണ്. നമുക്ക് ഓരോ പാർക്കിലും ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ എണ്ണം നോക്കണമല്ലോ. ടിക്കറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് എവിടെയെങ്കിലും ഇറങ്ങി കയറി പോകുന്ന സമയത്ത് ആളുകൾ ഫുള്ള് കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചുമതല നോക്കണമല്ലോ. പിന്നെ എല്ലാവരും അവരവരുടെ ഫാമിലിക്ക് തന്നെയാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കൊടുത്തത് കേട്ടോ. പിന്നെ ഏകദേശം എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. പിന്നീട് ആദ്യം അവിടെ പോയി കാഴ്ചകൾ കാണണോ അല്ല ഭക്ഷണം കഴിക്കണോ എന്നുള്ളതൊക്കെ ഒരു അഭിപ്രായം വന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അവിടെ പോയി കണ്ടുവരി, ഞങ്ങളപ്പോഴത്തെ ഭക്ഷണം റെഡിയാക്കാം. കാരണം കുക്കിങ്ങിനുള്ള സാധനം ഞങ്ങൾ രാവിലത്തേക്കുള്ള ഫുഡ് കറിയൊക്കെ വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. അതുപോലെ ചപ്പാത്തിയും പൊറോട്ടയും സംഗതിയൊക്കെ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് ചായ ഉണ്ടാക്കുന്ന ഒരു ഇതേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒക്കെ എളുപ്പമായിരുന്നു. പള്ളി ഭാഗങ്ങളൊക്കെ പോയി ഫോട്ടോസ് എടുക്കലും ആ പ്രദേശത്തൊക്കെ പോയി കണ്ട് എല്ലാവരും തിരിച്ചെത്തിയപ്പോഴത്തേനും ഞങ്ങൾ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടോ. എല്ലാവരും പിന്നെ ഹാളിലേക്ക് കയറിയിരുന്ന് അവിടുന്ന് ഭക്ഷണം നല്ല രീതിയിൽ തന്നെ കഴിച്ചു. പിന്നീട് മടങ്ങി. പോലെ മനസ്സിലേക്ക് പല വാക്കുകൾ തട്ടിയിട്ടുണ്ടാവും. ആ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടും. നമ്മൾ പോകുന്ന ഈ യാത്ര എന്ന് പറയുന്ന സ്ഥലങ്ങൾ കാണാമെന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം. നമ്മളെ ഈ ആളുകള് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാരണത്താലാണ് നമ്മളെ ലൈഫില് കുടുംബത്തിനോടുള്ള കമ്മിറ്റ്മെന്റുകൾ കാര്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ബന്ധപ്പെടുത്താനും ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ടൂർ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല.
കാണുന്ന സ്ഥലം നമ്മൾ ഡാമിലേക്ക് പോകുന്ന വഴി തേയിലത്തോട്ടാട്ടോ. കുറച്ച് ആളുകൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തിയതാണ്. നമ്മൾ ഈ ട്രിപ്പ് തന്നെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫാമിലി പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഐറ്റി കയറാനോ അതുപോലെ വെള്ളച്ചാട്ടം കാണാനൊക്കെ പോകാനൊക്കെ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിക്കുകയാണ്. അത് മാത്രം നല്ല രീതിയിൽ നടന്നു പോയിട്ട് പ്രയാസങ്ങളില്ലാതെ പോയി പോകുന്ന രീതിയിലുള്ള ട്രിപ്പുകൾ ഏരിയകൾ മാത്രമാണ് നമ്മൾ ഈ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പലരും പറയാറുണ്ട് വയനാട് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം പോകാനെന്നുള്ളത്. പക്ഷെ അത് വയനാട് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ല. അത് വയനാട് ഇപ്പോൾ പല ഇതിലും കണ്ടറിയാം 3-4 ഏരിയ ആക്കി തിരിച്ചിട്ടാണ് നമുക്ക് ട്രിപ്പ് അടിക്കാൻ പറ്റുള്ളൂ. വയനാട് മൊത്തത്തിലായിട്ട് കറങ്ങിയിട്ട് ഒറ്റ വണ്ടി കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ട്രിപ്പ് അടിക്കാൻ കഴിയില്ല. അങ്ങനെ മുഴുവനായിട്ടും പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യൽ നിർബന്ധമാണ്. അതിൽ പല ഇടങ്ങളിലേക്കും പ്രായമായവർക്ക് അതുപോലെ കുട്ടികൾക്കൊക്കെ എത്തിപ്പെടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ മാക്സിമം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഡാമിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ റേറ്റുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടുന്ന് കയറണമെങ്കിൽ. നല്ല തിരക്കാട്ടോ, ഈ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ്, ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാം അത് ഇവിടെ നമുക്ക് കണ്ട് തന്നെ ആസ്വദിക്കാം. പിന്നെ ഇങ്ങനെ ആക്കിയില്ലേ? ഋഷി ഞങ്ങളേതായാലും ആ ഡാമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ടോ. കാരണം അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. ഏകദേശം അവിടെ എല്ലാവരും 3-4 പാർക്കിലൊക്കെ കയറി കളിച്ചിട്ട് എല്ലാം വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം, അതിനുള്ള ഏരിയ തപ്പിങ്ങനെ പോകുന്ന സമയത്താണ് അതിൻ്റെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള വീട്ടുകാരുടെ സമ്മതം ചോദിച്ചു. അവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാട്ടോ. ഏതായാലും നമ്മൾ ആ ബെഡ്ഷീറ്റും കാര്യമൊക്കെ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയാൽ അവിടെ ഇരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഏതായാലും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്
കാരണം ബീഫൊക്കെ ഇവിടുന്ന് വേവിച്ചിട്ട് കൊണ്ടുവരുന്നത് ഹാഫ് വേഗമായിരുന്നു. അവിടെ ചെന്നിട്ട് ഇവിടെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഗ്യാസും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നല്ല സൗകര്യങ്ങളായി. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി 10-60 ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ 5-6 എമൗണ്ട് വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഇങ്ങനെ സംവിധാനമായിട്ടൊക്കെ പോയത്. എപ്പോഴും വേണമെങ്കിലും ചായ ഉണ്ടാക്കാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കഴിക്കാനും നല്ല രീതിയിൽ ഒരുമിച്ച് എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇഷ്ടമാക്കിയത്. പിന്നെ നമ്മൾ ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കി കേട്ടോ. ബീഫ് കറി ഒരുപാടുള്ളതുകൊണ്ട് രാത്രിത്തേക്ക് അതിലേക്ക് ചപ്പാത്തി വാങ്ങി അങ്ങനെ രാത്രിയത്തെ ഫുഡ് പോയി. അത് നെയ്ച്ചോറും ഉണ്ടായിരുന്നു, കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ മരുന്ന് പാക്കേജൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടതും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു.
നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഡാൻസ് കളിക്കുന്നതാണ്. കാരണം നമ്മൾ പോകുന്നതിന് തലേ ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കുട്ടികൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് ബസ്സൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് ആളുകൾ തേങ്ങ ചരണ്ടുന്നുണ്ട്. കാരണം കൊണ്ടുപോകാനുള്ള കറിയിലേക്കുള്ള തേങ്ങയാണ്, അത് വറുത്ത് അരച്ചിട്ട് പാർസലാക്കി കൊണ്ടുപോവുകയാണ്. അതുപോലെ പച്ചക്കറി സാധനങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് വെട്ടി നുറുക്കി ലെവലാക്കി കീസിലാക്കി പാർസൽ കൊണ്ടുപോവുക. അവിടെ പോയാൽ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അതുപോലെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. അവിടുന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ഈ കാണുന്നത് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു രസകരമായിട്ട് എടുത്ത വീഡിയോസ് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണിച്ച് കുറച്ച് ആളുകൾ മങ്ങിയ ഒരു ഫോട്ടോകളാണ് ഈ കണ്ടുകൊടുക്കുന്നത്. കുറച്ച് ആളുകൾ പാട്ടിട്ട് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കുറച്ച് ആളുകൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോകാനുള്ള തേങ്ങ വറക്കണ ഒരു സീനാണ് നമ്മളെല്ലാവരും ഫോട്ടോ വീഡിയോസായിട്ട് എടുത്തതാണ്. രസകരമായിട്ട് ആ സമയങ്ങളിലുള്ള ഓരോ തമാശയും കോമഡികളാണ് ഇതിനിടയിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. നമ്മളെ ഭണ്ടാരി കേട്ടോ, ഇതാ നമ്മളെ ഇതായില്ല കർമ്മസാല കുറച്ച് കഴിയട്ടെ. നമ്മളെ ഭണ്ടാരി ഉണ്ട്. ഭണ്ടാരിക്ക് ഹെൽപ്പർമാരിതാ രണ്ട് ചെക്കുണ്ട്.